ഇളകിപ്പറക്കുന്ന പക്ഷികളും പരിമൃദു കല്ലോല വീണമീട്ടി പതറിപ്പതഞ്ഞു പോ ചോലകളും ഒരു നല്ല ചിത്രം വരച്ച പോലെ വരി വരി നിൽക്കുന്ന കുന്നുകളും പരശത സസ്യ വിതാനിതമാം പല പല താഴ്വര തോപ്പുകളും പവിഴത്തതിർക്കുലച്ചാർത്തണിഞ്ഞ പരിചഴും നെൽപ്പാട വീഥികളും ഇടയൻ്റെ പാട്ടിൽ അലിഞ്ഞൊഴുകും തടിനിയും താമര പൊയ്കകളും ഇവയെല്ലാം ആവെറും ഗ്രാമരംഗം ഭുവനൈക സ്വർഗമായി തീർത്തിരുന്നു. അത്രയെങ്കിലും ഇടപ്പള്ളിയുടെ ഈ മണ്ണിൽ നിന്നുകൊണ്ട് പാടണ്ടേ, ചങ്ങമ്പുഴയുടെ മണ്ണിൽ നിന്നുകൊണ്ട് എന്തൊരു എങ്ങനെയാണ് കേരളീയമായ പ്രകൃതിയുടെ അനുഭൂതി. ഇതിൻ്റെ അർത്ഥം എന്ന് പറയണമെന്നില്ല, ഉണ്ടോ? അർത്ഥം മനസ്സിലായിട്ടല്ല, ഇത് മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ഇതിൻ്റെ അനുഭവം നിങ്ങൾ നേടിയില്ലേ? ഇതായിരുന്നു നമ്മുടെ ഈണങ്ങളും താളങ്ങളും നമ്മുടെ ഭാവാർത്ഥ സുന്ദരങ്ങളായ പദാവലികളും ചേർത്ത് നമ്മുടെ കവികൾ സൃഷ്ടിച്ച പാരമ്പര്യം. ആ പാരമ്പര്യമാണ് ഒരു നിർണായക ഘട്ടത്തിൽ ചരിത്ര വികാസത്തിൻ്റെയും മുന്നോട്ടുള്ള കുതിപ്പിൻ്റെയും ഒരു നിർണായക പ്രതിസന്ധിയിൽ നമ്മുടെ ഗാനശാഖ ഉപയോഗപ്പെടുത്തിയത്. കവിതയെ ഞാൻ അവിടുന്ന് വിട്ടിങ്ങോട്ട് ഗാനത്തിലേക്ക് ചാടാം. കാരണം കവിതയെക്കുറിച്ച് പറഞ്ഞാൽ ദിവസങ്ങളോളം പറയേണ്ടി വരും. ഈ കവിതയുടെ ഒക്കെ ഇതപര്യന്തമുള്ള പാരമ്പര്യങ്ങൾ, അതിൽ മോയിൻകുട്ടി വൈദ്യരുണ്ട്, അതിൽ കുഞ്ചൻ നമ്പ്യാരുണ്ട്, അതിൽ എഴുത്തച്ഛനുണ്ട്, രാമചരിതകാരനുണ്ട്, കണ്ണശന്മാരുണ്ട്, നിരണപ്പണിക്കന്മാർ മുഴുവനുണ്ട്, പേരറിയാത്ത എത്രയോ നാടോടി കവികളുണ്ട്. ഇങ്ങനെ വന്ന് എഴുത്തച്ഛനും ശേഷം വന്ന ആധുനിക യുഗത്തിൽ ശ്രീനാരായണ ഗുരു, മലയാളം കണ്ട ആധുനിക കവികളിൽ ഏറ്റവും വലിയ കവി ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയുക ശ്രീനാരായണ ഗുരു എന്നാണ്. ശ്രീനാരായണ ഗുരുവിനെ കഴിച്ചേ കുമാരനാശാൻ വരികയുള്ളൂ. കുമാരനാശാനും വള്ളത്തോളും ഉള്ളൂരും ചേർന്ന് ശങ്കമ്പുഴയും ഇടപ്പള്ളിയും പിന്നീട് ജിയും പിയും ശ്രീയും തുടങ്ങി ഏറ്റവും കടമ്പനിട്ട വരെ ബാലേന്ദ്രൻ ചുള്ളിക്കാട് അതിലൊരു പ്രധാനപ്പെട്ട നിർണായകമായ ഒരു നാഴികക്കല്ലാണ്. അങ്ങനെയുള്ള കവികൾ സംഭരിച്ചു വെച്ചതൊക്കെ ചേർന്നാണ് ഒരുപക്ഷെ ഗാനശാഖ വികസിച്ചത്. ഗാനശാഖ അതിൻ്റെ ഒരു പടർപ്പാണ്. പാട്ടിൽ തുടങ്ങി കവിതയുടെ ശുദ്ധ കവിതയിലൂടെ വികസിച്ച് പാട്ടിലേക്ക് വളർന്ന ഒരു പാരമ്പര്യമാണ്. അപ്പോൾ ഇതൊക്കെ അക്കാലത്ത് ഈ കവികൾ സ്വീകരിച്ചു. ഭാസ്കരൻ ഈ പറയുന്ന നാട്ടുപാട്ടുകളെ മുഴുവൻ സ്വീകരിച്ച ഒരാളാണ്. മൂട്ടപ്പാട്ട് എന്ന് പറയുന്ന മലബാറിലൊരു പഴയ പാട്ടുണ്ട്. മൂട്ടപ്പാട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല, പക്ഷെ മൂട്ടപ്പാട്ട് കേൾക്കണമെന്നില്ല. കോട്ടിലിരിക്കണ മൂട്ടേ നീ ഇത് കേട്ടാട്ടെ, കടിച്ചു തിന്നാൻ വന്നാൽ നിന്നെ കശാപ്പു ചെയ്യും മൂശേട്ടെ. കണ്ടം വെച്ചൊരു കോട്ടാണ്, പണ്ടേ കിട്ടിയ കോട്ടാണ്, മമ്മദ് കാക്കട കോട്ടാണ്, ഇത് നാട്ടില് മുഴുവൻ പാട്ടാണ്. മെഹബൂബ് പാടിയ പാട്ടാണ് കണ്ടം വെച്ച കൂട്ടിൽ. ഈ പാട്ടിൽ മലബാറിലെ മൂട്ടപ്പാട്ട് എന്ന് പറയുന്നൊരു പാട്ട് ഒളിച്ച് കിടക്കുന്നുണ്ട് എന്നുള്ളത് സൂക്ഷ്മ പരിശോധനയിൽ നമ്മൾ പഠിക്കേണ്ട ഒന്നാണ്. അങ്ങനെ എത്രയോ പാട്ടുകളെയാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. ഭാസ്കരൻ്റെ ആദ്യകാലത്തെ എല്ലാ പാട്ടുകളിലും മലബാറിലെ ഈ മാപ്പിളപ്പാട്ട് പാരമ്പര്യങ്ങളുടെ അനവധി അടരുകൾ ഒളിച്ചു കിടക്കുന്നുണ്ട്. വെളുക്കുമ്പം കുളിക്കുവാൻ പോകുന്ന വഴിവക്കിൽ വേദിക്കൽ നിന്നവനെ, കൊച്ചു കിളിച്ചുണ്ടൻ മാമ്പഴം കടിച്ചും കൊണ്ടെന്നോട് കിന്നാരം പറഞ്ഞവനെ. ബാബുരാജിൻ്റെ ഈണോ? ഒരു നാട്ടുഗണത്തെ, ഒരു നാട്ടുപ്രണയത്തിൽ ഇതിൻ്റെ അപ്പുറത്തേക്ക് വേറൊരു ഭാവം കൊണ്ടുവരാൻ പറ്റും. ഇത് നിങ്ങൾ അടിപൊളിയായിട്ടൊന്ന് പാടി നോക്കൂ. ആ പാട്ട് കവിത തന്ന ഭാവത്തെ ഇതിനപ്പുറത്തേക്ക് പകരം വെക്കാൻ പറ്റില്ല. അതാണ്, ചില വാക്കുകളും ഈണങ്ങളും പകരം വെക്കാൻ പറ്റില്ല. വയലാർ രാമവർമ്മ എഴുതിയൊരു പാട്ടാണ് സന്ധ്യമയങ്ങും നേരം. ആ പാട്ടിൽ ഗ്രാമചന്ത പിരിയുന്ന നേരം. അപ്പോൾ ആരോ പറഞ്ഞു ഈ ചന്ത അതിൽ ശരിയാവില്ല, ബാക്കിയൊക്കെ നല്ല ഭംഗിയുള്ള വാക്കുകളാണ്. ആ പാട്ടിൻ്റെ കൂടെ ചന്ത ചേർക്കാൻ പറ്റില്ല എന്ന് നിർമ്മാതാവിന് നിർബന്ധം, സംവിധായകന് നിർബന്ധം. അപ്പോൾ വയലാർ പറഞ്ഞു ഏത് വാക്ക് വേണേ വെച്ചോളൂ, നിങ്ങൾക്ക് സൗകര്യം പോലെ വയ്ക്കാം. അവർ മലയാളത്തിലുള്ള എല്ലാ വാക്കും നോക്കിയിട്ടും ചന്ത അല്ലാതെ വേറൊരു വാക്ക് അവിടെ വയ്ക്കാൻ പറ്റുന്നില്ല. അതാണ് ഈ കവിതയുടെ നിർമ്മിതി. അത്ര സൂക്ഷ്മമായിട്ടാണ് ഇവരിത് നിർമ്മിച്ചു വെച്ചിരിക്കുന്നത്. ഈ മുരിക്കൊന്നും നമ്മുടെ കവിതയിൽ പണ്ട് വന്നിട്ടില്ല അല്ലേ? കദംബ വൃക്ഷങ്ങളും അങ്ങനെയുള്ള മഹാവൃക്ഷങ്ങളൊക്കെ അല്ലാതെ മുരുക്കിനെയൊന്നും ആരും മലയാള കവിതയിലേക്ക് അതിന് മുമ്പ് യോജിച്ചിട്ടില്ല. കിഴക്ക് ദിക്കിലെ ചെന്തെങ്ങിൽ കരിക്ക് പൊന്തിയ നേരത്ത് മുരുക്കിൻ തയ്യെ നിന്നുടെ ചൂട്ടിൽ മുറുക്കി തുപ്പിയതാരാണ്. കവിത ഭാവാനുസാരിയായിട്ട് വികസിക്കുകയാണ്. ആ കഥാസന്ദർഭത്തിൽ ഒരു മുരുക്കേ പറ്റും. പുറത്ത് കാണുമ്പോൾ നിനക്ക് ഞാനൊരു പരുക്കൻ മുള്ളുള്ള മുരുക്ക് ഭാസ്കരൻ മാഷ്ട ഒരു ദൗർബല്യമാണ്. പല കവിതയിലും മുരുക്ക് വന്നിട്ടുണ്ട്. ഇങ്ങനെ ഭാസ്കരൻ മാഷ്ട പാട്ടിലേക്ക് വരുമ്പോൾ ഭാവത്തെ നിർമ്മിക്കാൻ മാഷ് ഉപയോഗിക്കുന്നത് നാട്യഗണങ്ങളുടെയും നാട്ടു സംസ്കൃതിയുടെയും അനന്ത സാധ്യതകളാണ്.
ചിഞ്ചക്കന്താരോ ചിഞ്ചക്കന്താരോ ചിഞ്ചക്കൻ ചിഞ്ചക്കൻ ചിഞ്ചക്കന്താരോ പുഞ്ചവയൽ കൊയ്തല്ലോ കൊഞ്ചടി കൊഞ്ചടി തത്തമ്മേ. ഭാസ്കര മാഷ സോറി രാഘവ മാഷും ഭാസ്കര മാഷും കൂടി ആ കോമ്പിനേഷനിൽ ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ നാട്ടീണങ്ങൾ, നാട്ടുഭാവപ്പൊലിമകൾ, ഒരു അരയപ്പാട്ടിൻ്റെ ഒരു ഈണമുണ്ട് ഇങ്ങനെ. അരയപ്പാട്ടുകളിൽ വളരെ വേദന നിറഞ്ഞു. ഇതിൻ്റെ ഒരു വേദന നോക്കൂ, അതൊരു നേർത്ത വേദനയാണ്.